രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം ഇന്ന് വോട്ടർ പട്ടികയിലെ കൂടുതൽ ക്രമക്കേടുകൾ സംബന്ധിച്ചാണ് വാർത്താ സമ്മേളനം എന്നാണ് സൂചന. രാവിലെ 10-ന് പാർട്ടി ആസ്ഥാനത്താണ് വാർത്താ സമ്മേളനം. ബീഹാറിലെ വോട്ടവകാശ യാത്രയുടെ സമാപന വേദിയിലാണ് പുതിയൊരു വെളിപ്പെടുത്തലിനുള്ള പണിപ്പുരയിലാണെന്ന് രാഹുൽ പറഞ്ഞത്. MG മിഥുൻ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. മിഥുൻ, നേരത്തെ തന്നെ രാഹുൽ പറഞ്ഞിരുന്നതാണ് ഒരു ഹൈഡ്രജൻ ബോംബ് കയ്യിലുണ്ട്, അത് പുറത്തേക്ക് കൊണ്ടുവന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കടക്കം പിന്നെ ജനങ്ങളെ നോക്കാൻ കഴിയില്ല, മുഖത്ത് നോക്കാൻ കഴിയില്ല എന്നുള്ളത്. അത്തരത്തിൽ വളരെ വലിയൊരു വെളിപ്പെടുത്തലാകും ഇത്. വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് തന്നെയുള്ളൊരു വെളിപ്പെടുത്തലാണ് വരാൻ പോകുന്നത് എന്നാണ് പ്രതീക്ഷിക്കുന്നത്, അല്ലേ? അറിയാ, തീർച്ചയായും അത്തരത്തിലൊരു ഹൈഡ്രജൻ ബോംബ് തന്നെയാണ് ഇന്ന് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പോകുന്നത്. അത് പൊട്ടിക്കുമെന്നുള്ള കാര്യമൊക്കെ നമുക്കിനി കണ്ടറിയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ വാരണാസിയിലെ തെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ടുള്ള ചില സുപ്രധാന വിവരങ്ങളാണ് പുറത്തുവിടാൻ പോകുന്നതെന്നുള്ള സൂചനകൾ കോൺഗ്രസ് വൃത്തങ്ങൾക്കിടയിൽ നിന്ന് ലഭ്യമാകുന്നുണ്ട്. പക്ഷേ അക്കാര്യത്തിലൊരു സ്ഥിരീകരണമില്ല എന്നുള്ളത് തന്നെയാണ്. വാരണാസിയിലെ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ആഞ്ഞടിക്കാനുള്ളൊരു തീരുമാനത്തിലേക്കായിരിക്കാം സ്വാഭാവികമായും ഇത്തരത്തിൽ രാഹുൽ ഗാന്ധി കടക്കുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ ഈ വോട്ടറാധികാര യാത്രയിൽ ബീഹാറിൽ നടന്ന യാത്രയിലാണ് ഇത് സംബന്ധിച്ചൊരു സൂചന നൽകിയത്. ഇപ്പോൾ പൊട്ടിയിരിക്കുന്നത് ആറ്റം ബോംബ് മാത്രമാണ്. ഇനി ഒരു ഹൈഡ്രജൻ ബോംബ് കൂടി പൊട്ടിക്കാനുണ്ട്. അതിൻ്റെ പണിപ്പുരയിലാണ്. അതിൻ്റെ കൃത്യമായ വിവരങ്ങളൊക്കെ തൻ്റെ പക്കലുണ്ട്. അത് ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഉടൻ തന്നെ അത് വെളിപ്പെടുത്തുമെന്നുള്ള ഒരു പ്രതികരണമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. അതിനുവേണ്ടിയായിരിക്കാം സ്വാഭാവികമായും ഇന്ന് വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിരിക്കുന്നത്. 10 മണിക്കാണ് ഈ വാർത്താ സമ്മേളനം AICC ആസ്ഥാനത്ത് വെച്ച് നടക്കുക. വാർത്താ സമ്മേളനത്തിൽ പ്രത്യേകിച്ച് ഈ വാരണാസിയിലെ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ഒരു ഘട്ടത്തിൽ അജയ് റായി കോൺഗ്രസ് സ്ഥാനാർത്ഥി നരേന്ദ്രമോദിക്ക് മുന്നിൽ വന്നിരുന്നു. 6000 വോട്ടുകൾക്ക് മുന്നിൽ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഒപ്പം തന്നെ 1,52,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മാത്രമായിരുന്നു പ്രധാനമന്ത്രി വിജയിച്ചു കയറുകയും ചെയ്തത്. അന്ന് തന്നെ ഈ വിഷയത്തിൽ, അതായത് പ്രധാനമന്ത്രിയുടെ ഭൂരിപക്ഷത്തിലെ കുറവും ഒപ്പം തന്നെ ഈ ഒരു ഘട്ടത്തിൽ അജയ് റായി മുന്നിൽ വന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെ വലിയ വിമർശനങ്ങളൊക്കെ ഉയരുകയും ചെയ്തിരുന്നു. അക്കാര്യത്തിലായിരിക്കുമോ ഈ ഒരു ബോംബ് പൊട്ടിക്കാൻ പോകുന്നത് എന്നുള്ളതൊക്കെ നമുക്കിനി കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും വളരെ ആകാംക്ഷയോട് കൂടി എല്ലാവരും ഉറ്റുനോക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം. നമുക്കറിയാം, നേരത്തെ ഈ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ടുള്ള ഗുരുതരമായ ആരോപണം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉയർത്തിയതാണ്. അതിന് നിർണായകമായിട്ടുള്ള തെളിവുകൾ രാഹുൽ ഗാന്ധി പുറത്തുവിടുകയും ചെയ്തതാണ്. ഒപ്പം തന്നെ പിന്നീട് ഈ ഏതെങ്കിലും തരത്തിൽ ഈ വോട്ട് ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അത്തരത്തിൽ പൊതുജനങ്ങൾക്ക് അഭിപ്രായം രേഖപ്പെടുത്തുന്നതിന് വേണ്ടി വോട്ട് ചോരി എന്ന ഒരു ആപ്പ് കൂടി കോൺഗ്രസ് പുറത്തിറക്കുകയും ചെയ്തൊരു പശ്ചാത്തലമുണ്ട്. അതിൻ്റെ വിവരശേഖരങ്ങളിലാണ് ഇതുമായി ബന്ധപ്പെട്ട ബീഹാറിലെ വോട്ടറാധികാര യാത്രയിലും ഉടനീളം ഈ വിഷയം പ്രചരണായുധമാക്കുകയായിരുന്നു കോൺഗ്രസ് ചെയ്യുകയും ചെയ്തത്. ഒപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിൽ വലിയ ഒരു ഐക്യം കണ്ട ഒരു വാർത്താ സമ്മേളനം കൂടിയായിരുന്നു ഈ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുകയും ചെയ്തത്. എന്തായാലും അക്കാര്യത്തിൽ കൂടുതൽ നിർണായകമായ തെളിവുകൾ അല്ലെങ്കിൽ കൂടുതൽ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ആര്യ, മിഥുൻ, നമുക്കറിയാം കഴിഞ്ഞ തവണ ഈ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തൽ തെളിവുകളുമായിട്ടൊക്കെ രാഹുൽ ഗാന്ധി രംഗത്തേക്ക് എത്തിയതിന് പിന്നാലെ ഇലക്ഷൻ കമ്മീഷൻ ഏത് തരത്തിലാണ് ഈ ആരോപണങ്ങളെ നിഷേധിച്ചത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിനുശേഷം വീണ്ടും സമാനമായ രീതിയിൽ തന്നെയുള്ള ഒരു ആരോപണവും വെളിപ്പെടുത്തലുമായിട്ടാണ് രാഹുൽ ഗാന്ധി വരുന്നത് എന്നുണ്ടെങ്കിൽ അതിന് എത്രത്തോളം രാഷ്ട്രീയമായ പ്രസക്തിയുണ്ട്? അത് എങ്ങനെ ഈ വോട്ട് ചോരി നടന്നു എന്നുള്ളത് സാധൂകരിക്കാൻ കോൺഗ്രസിന് സാധിക്കും? ആര്യ, എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർണായക വിവരങ്ങൾ നേരത്തെ പുറത്തുവിട്ടപ്പോഴൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് നമ്മൾ കണ്ടതാണ്. ഇതിനു മുമ്പും കോൺഗ്രസും അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയും പല ആരോപണവുമായി ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ളതായി. റഫേൽ അഴിമതിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലൊക്കെ അന്ന് സുപ്രീം കോടതി എടുത്ത തീരുമാനം അല്ലെങ്കിൽ നടപടിയൊക്കെ നമ്മൾ കാണുകയും ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു അനുകൂല നടപടി ഉണ്ടാകുമോ എന്നുള്ളത്, അല്ലെങ്കിൽ നിയമപരമായി മുന്നോട്ട് പോകുന്നതിനെ കുറിച്ചൊക്കെ ഇപ്പോഴും കോൺഗ്രസിന്റെ ആലോചനയിലാണ്. കോൺഗ്രസ് അക്കാര്യത്തിൽ ഒരു കൃത്യമായ രീതിയിലുള്ളൊരു നിലപാട് ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് നേരത്തെ ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുള്ള ഹർജികൾ അത് കോടതിയുടെ പരിഗണനയിലിരിക്കുകയായിരുന്നു. ആ വേളയിൽ ഈ വിഷയം കൂടി ഉന്നയിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തു. പക്ഷേ അതിലൊക്കെ തന്നെ എന്ത് നടപടി കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് ഇനി കാത്തിരുന്ന് കാണേണ്ടതായിട്ടുണ്ട്. മറ്റൊന്ന്, ഈ വിഷയത്തിൽ ഇനി ഉള്ള തുടർ നീക്കങ്ങൾ, അതിന് ഇത് എത്രത്തോളം ഊർജ്ജം പകരും? പ്രത്യേകിച്ച് ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഈ വിഷയത്തിൽ കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കുമെന്നുള്ളൊരു വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇനി ബീഹാർ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഈ വിഷയം ആളിക്കത്തിക്കാൻ തന്നെയാണ് ഇന്ത്യ സഖ്യത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും തീരുമാനം. അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് വോട്ടറാധികാര യാത്ര എന്ന രീതിയിൽ തേജസ്വി യാദവിനൊപ്പം രാഹുൽ ഗാന്ധി തന്നെ ബീഹാറിൽ യാത്ര നടത്തുകയും ചെയ്ത് മഹാറാലി നടത്തുകയും ചെയ്ത്
അത്തരത്തിൽ വോട്ടർമാർക്കിടയിൽ ഈ വിഷയം പിടിക്കുക അല്ലെങ്കിൽ അവർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുക എന്നുള്ള ഒരു നിലപാടാണ് നേതാക്കൾ സ്വീകരിക്കുകയും ചെയ്ത് മറ്റു സംസ്ഥാനങ്ങളിലും സമാനമായ രീതിയിൽ ഈ വിഷയം ഉയർത്തിക്കാണിക്കാനുള്ള ശ്രമം തന്നെയാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. മറ്റു തരത്തിൽ ഏതെങ്കിലും തരത്തിൽ കോടതിയിലേക്ക് പോയാലോ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഒക്കെ ഒരു അനുകൂല നിലപാട് അല്ലെങ്കിൽ നടപടി ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ ഇപ്പോഴും കോൺഗ്രസ് നേതൃത്വത്തിന് ഇല്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ ഒരു നിയമ നടപടികളിലേക്ക് നേരത്തെ തന്നെ കോൺഗ്രസ് നേതൃത്വം കടന്നതിനെയും അതുമായി ബന്ധപ്പെട്ടുള്ള നിയമോപദേശം നേരത്തെ തേടുകയും ചെയ്യുന്നു. പക്ഷേ അക്കാര്യത്തിലൊന്നും ഒരു വ്യക്തത ഇതുവരെയും വന്നിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും നിലവിൽ ഇന്ന് ഈ വാർത്താ സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി പൊട്ടിക്കാൻ പോകുന്ന ബോംബ് അത് ഹൈഡ്രജൻ ബോംബ് തന്നെയാണോ അല്ലെങ്കിൽ അത്രത്തോളം വലിയ നിർണായകമായിട്ടുള്ള തെളിവുകൾ തന്നെയാണോ പുറത്തുവിടാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ടറിയണം. അതിനുവേണ്ടിയുള്ള ആകാംക്ഷയിലാണ് ഏവരുമുള്ളത്. തീർച്ചയായും എം ജി മിഥുനാണ് വിശദാംശങ്ങളുമായി ചേർത്തത്. എന്തായാലും രാവിലെ 10 മണിക്ക് പാർട്ടി ആസ്ഥാനത്ത് ACC ആസ്ഥാനത്താണ് രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം. അദ്ദേഹം വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് കൂടുതലായി എന്ത് വെളിപ്പെടുത്തലാണ് നടത്താൻ പോകുന്നത്, എന്ത് തെളിവുകളാണ് നിരത്താൻ പോകുന്നത് എന്നുള്ളതാണ് ദേശീയ രാഷ്ട്രീയം വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്.